ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി ഡിനോ ഡെനീസ് ടീമിൻ്റെ ബസൂക്ക ഷൂട്ടിംഗ് തുടരുകയാണ്. ഇനി എത്ര നാൾ കൊണ്ട് ഷൂട്ടിംഗ് തീരും എന്നാണ് പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, മമ്മൂട്ടിയുടെ കുഴപ്പം കൊണ്ടാണോ ഷൂട്ടിംഗ് നീണ്ടുപോയത്? അല്ലേ അല്ല. 3 മാസങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി തൻ്റെ റോളുകളെല്ലാം അഭിനയിച്ച് തീർത്തു കഴിഞ്ഞു. പിന്നെ പുതിയ സിനിമകളിലേക്ക് പോയി. പിന്നെ എന്താണ് പ്രശ്നം? ആരാണ് കുഴപ്പം കാണിച്ചത്? ആരും കുഴപ്പം കാണിച്ചിട്ടൊന്നുമില്ല. മമ്മൂട്ടിയും ഗൗതം മേനോനും ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് ബസൂക്ക. മലയാളിയാണെങ്കിലും ഗൗതം മേനോൻ തമിഴ് സിനിമയിൽ ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ പൂർത്തിയാക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു, പിന്നെ അത് തിയേറ്ററിലെത്തിക്കാനും. അപ്പോൾ ഒരു നിർമ്മാതാവിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അറിയാവുന്ന ഒരാളാണ്. തൻ്റെ സിനിമ വിജയമോ പരാജയമോ ആകട്ടെ, അത് എത്രയും പെട്ടെന്ന് തിയേറ്ററിലെത്തിക്കണം. ആ ഒരു ഗ്യാരണ്ടിയോട് കൂടിയാണ് ഈ ബസൂക്കയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത്. വിചാരിച്ച സമയത്ത് ഷൂട്ടിംഗ് പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൗതം മേനോൻ ബസൂക്കയിൽ അഭിനയിക്കാൻ വരാനുള്ള സമയം വൈകി. അപ്പോൾ ചോദിക്കും, ഗൗതം മേനോനെ മാറ്റിക്കൂടെ എന്നുള്ളത്. ഗൗതം മേനോനെ മാറ്റാതിരിക്കാം. പക്ഷേ ഈ സിനിമയിൽ മമ്മൂട്ടിയും ഗൗതം മേനോനും ആണ് ഏറ്റവും ഉചിതമായ താരങ്ങൾ. മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഇരുവരും അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗതം മേനോൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ് എന്ന് മനസ്സിലായി. അക്കാരണത്താലാണ് ഗൗതം മേനോന് വേണ്ടി വെയിറ്റ് ചെയ്തത്. ഓരോ ദിവസം കഴിയും തോറും ഈ ഡിനോയെ സംബന്ധിച്ച് ലോട്ടറി അടിക്കുന്ന സ്വഭാവം തന്നെയാണ്. കാരണം മമ്മൂട്ടി ഇപ്പോൾ നല്ല മാർക്കറ്റുള്ള നടനാണ്. ആ മാർക്കറ്റ് ഉള്ള നടനാകുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ വാല്യൂ വർദ്ധിച്ചു വരുന്നു. ഓരോ സിനിമ കഴിയും തോറും മമ്മൂട്ടിക്ക് വില വർദ്ധിക്കുന്നു. മറ്റു സിനിമകൾ ധാരാളം കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ പലരും മമ്മൂട്ടിയുടെ സിനിമ വൈകിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഡിനോയ്ക്ക് അങ്ങനൊരു താല്പര്യമില്ല. തനിക്ക് ജീവവായുവായ ഈ രചനയും സംവിധാനവും കൈ അയച്ചു തന്നത് മമ്മൂട്ടിയാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. ആദ്യത്തെ സിനിമ സക്സസ് ആയില്ലെങ്കിൽ എത്ര മിടുക്കുണ്ടായാലും അത് ഇൻഡസ്ട്രിയിൽ ശബ്ദമുണ്ടാവില്ല, ഇൻഡസ്ട്രിയിൽ ചർച്ച ചെയ്യപ്പെടില്ല, കൂടുതൽ പടങ്ങൾ കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ ഇപ്പോൾ തന്നെ ഈ ബസൂക്കയുടെ പേരിൽ 4-5 സിനിമകൾ ഈ ചെറുപ്പക്കാരെ തേടി വന്നിരിക്കുന്നു എന്നാണ് അറിവ്. ഒന്നും സ്വീകരിച്ചിട്ടില്ല. വരട്ടെ, ഈ സിനിമ റിലീസ് ചെയ്യട്ടെ. ഈ സിനിമ റിലീസ് ചെയ്തിട്ട് എന്താണ് തീരുമാനിക്കാം എന്ന ധാരണയിലാണ് ഈ ഡിനോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിക്ക് പ്രിയപ്പെട്ട സംവിധായകരിൽ ഒരാളാണ് കൂടി ഈ ഡിനോ എന്ന് ആലോചിക്കണം. മമ്മൂട്ടി കൊണ്ടുവന്ന പല സംവിധായകരും വളരെ പ്രശസ്തരായിട്ടുണ്ട്. അതിൽ കേടുപറ്റി പുറത്തു പോയവർ വളരെ 1-2 പേരെന്നൊഴിച്ച് ബാക്കിയെല്ലാം മലയാള സിനിമയിലെ ഹിറ്റ് സംവിധായകരായി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കണം. അപ്പോൾ തന്നെ സിനിമയിൽ തന്നെ ഒരു ഹിറ്റുകൾ നൽകിയ എഴുത്തുകാരനാണ് കലൂർ ഡെന്നീസ്. കലൂർ ഡെന്നീസിൻ്റെ മകനാണ് ഡിനോ. ഡിനോ എഴുതി കൊണ്ടുവന്നത് വായിച്ച് ത്രില്ലടിച്ച മമ്മൂട്ടിയാണ് പറഞ്ഞത്, അത് ആ സിനിമ ഡിനോ തന്നെ സംവിധാനം ചെയ്യണം. എഴുത്തുകാരൻ കൂടി സംവിധാനമാകുമ്പോൾ അതിലൊരു വ്യത്യാസം വേറെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ പ്രോജക്റ്റിലേക്ക് സംവിധായകനായിട്ട് ഡിനോ വന്നത്. അതുവരെ ഡിനോ തിരക്കഥാകാരനായി കുറേ കാലം ജീവിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. കാര്യങ്ങളെല്ലാം ഭംഗിയായി. മമ്മൂട്ടി നേതൃത്വം നൽകി, മമ്മൂട്ടി കനിഞ്ഞ് അനുഗ്രഹിച്ചു. ഇപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി, അതായത് പറഞ്ഞ് കേട്ടതനുസരിച്ചിട്ട് ബാംഗ്ലൂരിലും കൊച്ചിയിലുമായിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ വർക്ക് തീരും. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഈ കൊച്ചിയിലാണ് ഷൂട്ടിംഗ് തുടങ്ങുക. ആദ്യം 29-ാം കൊച്ചിയിൽ ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് ഇപ്പോഴത്തെ ചാർട്ട് പ്രകാരം നമുക്ക് കിട്ടിയ വാർത്ത. അങ്ങനെയുള്ള ഒരു 6 ദിവസം കൊച്ചിയിലുണ്ടായിരിക്കാം. 6 ദിവസം കൊച്ചിയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ബാക്കി ഭാഗം ബാംഗ്ലൂരിലായിരിക്കും ഷൂട്ട് ചെയ്യുക. ബാംഗ്ലൂരിൽ ഇപ്പോൾ 4 ദിവസമാണ് വെച്ചിരുന്നെങ്കിലും സിനിമയാണ്, കാലാവസ്ഥയാണ്. ഒരുപക്ഷെ 4 എന്നുള്ളത് 6 മാറിയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. അപ്പോൾ സിനിമയ്ക്ക് ഒരു 10-12 ഷൂട്ടിംഗ് ദിവസം കൂടി കിട്ടിയാൽ ഈ ബസൂക്ക പൂർത്തിയാകും. ബസൂക്ക പൂർത്തിയായാൽ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ധൃതിയിലാണ് പോകുന്നത്. കാരണം ഇതുവരെയുള്ള ഭാഗങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് മറ്റ് ഭംഗിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഗൗതം മേനോൻ്റെ ഭാഗവും മാത്രമാണ് ഷൂട്ട് ചെയ്യാനുള്ള ആലോചിക്കണം. അപ്പോൾ ഗൗതം മേനോൻ വരുമ്പോൾ ഈ സിനിമയുടെ ഛായ മാറുമെന്നാണ് പറയുന്നത്.
എങ്ങനെ മാറുമെന്നാണ് ആലോചിക്കുന്നത്. വില്ലനായിട്ടാണോ? അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം? ആ കഥാപാത്രത്തെക്കുറിച്ച് ആരും ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഇപ്പം അങ്ങനെയാണല്ലോ മലയാള സിനിമയിൽ. ഒന്നും പറയില്ല. എന്തിനാ ഷർട്ടിൻ്റെ കളറ് പോലും പറയാൻ പാടില്ല. അത്രയും രഹസ്യമായി വെച്ചിട്ടാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തിനാണ് ഇപ്പോൾ ഇത്രയും രഹസ്യമെന്ന് ആലോചിക്കേണ്ടത്? ഒരു ഷോ കഴിഞ്ഞാൽ ഈ എല്ലാ സസ്പെൻസും പോകില്ലേ? അപ്പോൾ പിന്നെ ഇത് പ്രചരണമാകില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര സസ്പെൻസ് എല്ലാ സിനിമക്കാരും വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡിനോയെ സംബന്ധിച്ച് അത്തരം പ്രശ്നങ്ങളില്ല. കാരണം കല്ലൂർ ഡെന്നീസിൻ്റെ മകനാണ്, മമ്മൂട്ടിയുടെ അനുഗ്രഹമുണ്ട്, കഴിവുള്ള ചെറുപ്പക്കാരാണ്. അങ്ങനെയുള്ള ചെറുപ്പക്കാരൻ ബസൂക്ക ഒരു നിധി പോലെ തന്നെയാണ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മമ്മൂട്ടി വേറെ 1-2 സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പാരലായിട്ട് നടക്കുന്നു. അത് കഴിയുമ്പോൾ ഈ ബസൂക്കയുടെ റിലീസിംഗ് ഡേറ്റ് വരുന്നു. അപ്പോൾ അങ്ങനെ തുടരെ മമ്മൂട്ടിയുടെ സിനിമകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം വെറൈറ്റിയാണെന്ന് പറയുമ്പോഴും ഈ ബസൂക്ക ക്രൈം മൂഡുള്ള സിനിമയാണെങ്കിൽ പോലും അത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് നിറയെ സസ്പെൻസ് ഉണ്ടെന്നാണ് കിട്ടിയെടുത്തോളം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വിചാരിക്കാത്ത ക്ലൈമാക്സിലേക്ക് ബസൂക്ക വരുമ്പോൾ അത് മമ്മൂട്ടിയുടെ ഫിലിം ബൈ മമ്മൂട്ടി എന്ന് എഴുതി കാണിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ആ സിനിമ വരുന്നത്. അവിടെ ആ സിനിമ എത്ര ദിവസം ഓടിയാലും ആ സിനിമ ഒരു ബമ്പർ ഹിറ്റായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ മൗത്ത് പബ്ലിസിറ്റി എന്നേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ മൗത്ത് പബ്ലിസിറ്റിയാണ് മമ്മൂട്ടി ഫാൻസുകാരെയും മമ്മൂട്ടിയുടെ ആരാധകരെയും മമ്മൂട്ടിയുടെ കുടുംബ സുഹൃത്തുക്കളെയും കുടുംബ പ്രേക്ഷകരെയും തിയേറ്ററിലേക്ക് കൊണ്ടുവരുമെന്ന് ആലോചിക്കണം. കാരണം ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയുടെ കാത എന്നുള്ള സിനിമ ഒരു പബ്ലിസിറ്റിയുമില്ലാതെ ഫാൻസുകാരുടെ അകമ്പടിയില്ലാതെ വളരെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്, പ്രേക്ഷകർ കണ്ട സിനിമയാണ്, വിവാദ സിനിമയാണ്. മമ്മൂട്ടി നായക വേഷമാണെങ്കിലും ഒരു വില്ലൻ വേഷത്തിൻ്റെ പരിവേഷമുള്ള സിനിമയാണ്. അങ്ങനെ റോളുകൾ നായകനെന്നോ വില്ലനെന്നോ മറ്റോ നോക്കാതെ താൻ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ ചോദിച്ചു വാങ്ങി അഭിനയിക്കുന്നൊരു സിനിമയാണ് ഓരോ സിനിമയും മമ്മൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ ജയറാമിൻ്റെ ഒരു സിനിമ ഇറങ്ങിയല്ലോ. ജയറാമിൻ്റെ ഒരു സിനിമയിലത്തെ ഒരു കഥാപാത്രത്തെ ചോദിച്ചു വാങ്ങിയതാണെന്നാണ് പറയുന്നത്. കാരണം ആ സിനിമ ആ റോള് മമ്മൂട്ടി ചെയ്യുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. വെറുതെ കഥ പറഞ്ഞപ്പോൾ ഈ റോൾ ആര് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അതിനാരുമായിട്ടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ആരുമായിട്ടില്ല, ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ കളിയാക്കുകയാണെന്നാണ് വിചാരിച്ചത്. അത് മമ്മൂക്ക ചെയ്താൽ ശരിയാവില്ല എന്ന് അവർ പറഞ്ഞു. എന്താ ശരിയാവാത്തത്? ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മമ്മൂട്ടിക്ക് അതിലത്തെ കഥാപാത്രത്തെ കൊടുത്തതെന്ന് ആലോചിക്കണം. ആ കഥാപാത്രം വിജയിച്ചു, സിനിമ വിജയിച്ചു. മമ്മൂട്ടി മാത്രമല്ല, ജയറാം രക്ഷപ്പെട്ടു. കാരണം കുറേ കാലമായി ജയറാമിൻ്റെ സിനിമകൾ മലയാളികൾ സ്വീകരിക്കാറില്ല. അപ്പോൾ ആ സിനിമയും സ്വീകരിച്ചു. തുടർന്ന് വരുന്ന സിനിമയാണ് ഈ ബസൂക്ക എന്നാലോചിക്കണം. ആ ബസൂക്കയെ കൈനീട്ടി സ്വീകരിക്കാൻ എത്രയോ നാളുകളായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് അവസാനിക്കാൻ പോകുന്നു. അടുത്ത് തന്നെ ബസൂക്ക നിങ്ങളുടെ പ്രിയപ്പെട്ട തിയേറ്ററുകളിലെത്തും.